യജമാനൻ്റെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ ഒപ്പം വാഹനത്തിലേക്ക് കയറുന്ന ഒരു വളർത്തുനായയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. കാണുന്ന ഏതൊരാളുടെയും കണ്ണുകളെ ഈറനണിയിക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ. അവനെ മാറ്റി ഒക്ടോബർ 31 തിരുവല്ല മേപ്രാൽ സ്വദേശിയായ PM മാത്യു എന്ന 69 വയസ്സുകാരൻ മരണപ്പെടുന്നത്. അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ വളർത്തുനായായ ടൈഗർ വലിയ വിഷമത്തിലാണ്, ഇപ്പോഴും വലിയ മൗനത്തിലാണ് എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. ഈ PM മാത്യുവിൻ്റെ ഭാര്യ നമുക്കൊപ്പം ചേരുകയാണ്. ഇവനെ തീരെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അദ്ദേഹം കൊണ്ടുവന്നാണോ? പൊടി കുഞ്ഞായപ്പോൾ റോഡിൽ നിന്ന് കിട്ടിയതാണ്. അന്ന് മുതൽ താച്ചാൻ അതിനെ വളർത്തിയെടുക്കുക, വഴക്കൊക്കെ ഞങ്ങൾ പറഞ്ഞാലും താച്ചാൻ ഒന്നും കേൾക്കത്തില്ല. പട്ടിയുള്ള സ്നേഹം കൊണ്ട് ഇവന് ആഹാരം കൊടുക്കുകയും ഉരുട്ടി അവൻ്റെ വായി കൊടുക്കുകയും അവനെ കൂടെ കിടക്കാൻ നേരം ഇവനെ വിളിക്കും. ഇവന് വന്നേരം ഓടിച്ചെന്ന് താച്ചാൻ്റെ കൂടെ കിടക്കുകയും എടുക്കുകയും രാവിലെ 6 മണി വരെ താച്ചാൻ്റെ കൂടെ അങ്ങനെ കിടത്ത് ഓമന പോലെ അവനെ വളർത്തിയത്. അവന് ഇഷ്ടപ്പെട്ട ആഹാരവും കൊടുത്ത് ആ രീതിയിലാണ് ഇവനെ വളർത്തിയെടുത്തോണ്ട് ഒരുമിച്ചാണ് കിടക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ താച്ചാന് സുഖമില്ലാതായി. അങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവനെ റൂമിലോട്ട് കയറ്റാതായെങ്കിലും അവൻ രാവിലെയും വൈകിട്ടും ചെന്ന് താച്ചാൻ്റെ റൂമിലോട്ട് ചെന്ന് നോക്കും. അന്നേരം കൈ കാണിക്കും, മോനെ നീ അങ്ങ് പൊക്കോടാന്ന് പറയും. അങ്ങനെ അങ്ങ് പോവുകയും ചെയ്യും. പിന്നെ അവനെ ആ റൂമിനകത്ത് കേട്ടില്ല. മരിക്കുന്ന അന്ന് 2 ദിവസത്തിന് മുമ്പേ ഇവന് മനസ്സിലായി എന്തോ താച്ചാന് ഇതാണെന്നുള്ളത്. അവൻ ആ റൂമിൽ കയറ്റാത്തതിന് അവൻ ജനലിൽ കൂടെ പോയി നിന്ന് വലിയവായി നിന്ന് കരയുമായിരുന്നു. അങ്ങനെ ആയി മരിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രിയിൽ ആംബുലൻസ് വന്നപ്പോൾ അതിൻ്റെ പുറകിന് ഓടി കൊണ്ടുപോയപ്പോൾ നവംബർ 2 ആയിരുന്നു അടക്ക ശുശ്രൂഷ. അന്ന് രാവിലെ ഞങ്ങൾ ഇതിനെ പൂട്ടിയിട്ട് ആ കഥവെല്ലാം തല്ലിപ്പറിച്ച് മതിലുമെല്ലാം ചാടി ആംബുലൻസ് വന്ന് വീടിൻ്റെ പിൻഭാഗത്തൊരു റൂമിൽ പൂട്ടിയിട്ടതാണ്. അവിടുന്ന് ആ തൊടല് പൊട്ടിച്ച് തൊടലും ആ കഥവെല്ലാം കടിച്ചു പറിച്ച് അതിനകത്ത് എങ്ങനെ ചാടിയെന്നുള്ള അറിയത്തില്ല. ഈ തൊടലും ബെൽറ്റും ഒന്നും ഇല്ലായിരുന്നു, എല്ലാം കളഞ്ഞേച്ചാ അവൻ ആംബുലൻസ് ഇവിടുന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇറക്കിയ സമയത്ത് അവൻ അവത്തലുണ്ട് ചാടി കയറി, ആംബുലൻസ് ചാടി കയറി. എന്താ ആംബുലൻസിൽ കിടത്തിയിരിക്കുകയായിരുന്നു. അവൻ ആ സമയത്ത് ആംബുലൻസ് ചാടി കയറി. പിന്നെ ആരോ പിടിച്ച് അവനെ ഇറക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ പുറകിന് അവൻ ഓടി അങ്ങോട്ട് കുറച്ച് ദൂരം വന്നു. അന്ന് പോലെ അവന് മൗനമാണ്. അതുപോലെ എന്ന് പറഞ്ഞാൽ അതുപോലെ സ്നേഹിച്ചത്. അവനെ ഒരു വഴക്ക് പറയാൻ ഇവിടെ ആരെ കൊണ്ട് സമ്മതിക്കുകയില്ല. അതുപോലെ അവനെ ഓവനായിട്ട് വളർത്തിയതാണ്. അദ്ദേഹം മരിച്ചതിന് ശേഷം മൗനത്തിലാണോ? മൗനമാ, എങ്ങും പോകത്തുമില്ല. ആ മുറിക്കകത്ത് തന്നെ കിടപ്പാണ് അദ്ദേഹം. കിടന്ന കട്ടിലേക്ക് അവനും കയറി കിടക്കും. ആ മുറിക്കകത്തുനിന്ന് എങ്ങോട്ടും പുറത്തോട്ടും പോകത്തില്ല. ആ മുറിക്കകത്ത് കണ്ടിട്ടില്ലെങ്കിൽ എങ്ങോട്ടും പോകുകയില്ല, ആ കട്ടിലേ കിടക്കും. അപ്പോൾ അവൻ എന്തെങ്കിലും ഒരു 5:30 ആകുമ്പോൾ കഴിക്കാൻ വേണം. അതിന് താച്ചാന ഇവിടെ അടുത്തുള്ള ഒരു ബേക്കറിയിൽ 2 പരിപ്പാടെ ഒരു കട്ട്ലേറ്റ് ദിവസവും കൊണ്ട് കൊടുക്കും. ഒരു ദിവസം കൊടുത്തില്ലെങ്കിൽ അവനുണ്ടെ മുണ്ടേ പിടിച്ച് വലിച്ച് താച്ചാൻ പിന്നെ പോയി കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ അവനെ വളർത്തിയത്. ഇപ്പം 4 വയസ്സായല്ലേ? ഇപ്പം 4 വയസ്സുണ്ട്. തീരെ കുഞ്ഞായിരുന്നപ്പോൾ കൊണ്ടുവന്നാണ്? തീരെ പൊടിയായിട്ട് സഹിച്ച് കഴിഞ്ഞ് അധികം ദിവസം ആകുന്നതിന് മുമ്പ് കൊണ്ടുവന്ന ഇവിടെ. അദ്ദേഹത്തിന് വയ്യാതായ സമയത്ത് അത് മനസ്സിലായി? വയ്യാതായപ്പോൾ അവന് മനസ്സിലായി. അവനെ വഴക്ക് പറഞ്ഞാൽ മുറിക്കകത്ത് കയറില്ലടാന്ന്. അതിനെ കൈ കാണിക്കും, അങ്ങ് പൊക്കോ വന്നു. അന്നേരം അവനത് മനസ്സിലായി. ഡോക്ടർമാർ പറഞ്ഞ റൂമിലൊന്ന് പട്ടിയെ കയറ്റുമൊന്നും ചെയ്യില്ല, പട്ടിയെ മാറ്റണമെന്ന് പറഞ്ഞു. എന്നാലും നമ്മൾക്ക് കളയാനും മനസ്സില്ലാന്ന് പലരും പട്ടിയെ ചോദിച്ചാൽ നമ്മൾ കൊടുത്തില്ല. അങ്ങനെ പിന്നെ അവനെ മാറ്റിയത്. ഈ ടൈഗറിനും അദ്ദേഹത്തോട് ഇത്ര ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് ശരി? അല്ല, അന്നേരം നമുക്കറിയാം. കാരണം താച്ചാൻ എവിടെ പോയാലും അവൻ കൂടെ പോകും. പാത്ത് വേണം എവിടെങ്കിലും പോകാനായിട്ട്, എന്നാലും അവൻ മുന്നിൽ ചെല്ലും. അല്ലെ പിന്നെ റൂമിനകത്ത് പൂട്ടിയിട്ടാ എവിടോട്ടെങ്കിലും പോകുന്നു. പോയി ചേരുമ്പോഴത്തേക്ക് പിന്നെ അവന് ഭയങ്കര സങ്കടം. അവന് ഇഷ്ടപ്പെട്ട ആഹാരം എല്ലാം പിള്ളേരെ കൊണ്ടുവരുന്ന പോലെ കൈ കൊണ്ടുവന്നാ ഇങ്ങോട്ട് കയറ്റുന്നവന്. ശരിക്കും ആംബുലൻസിലേക്ക് കയറ്റിയപ്പോൾ ഇദ്ദേഹവും കൂടെ കയറിയത് കണ്ടുവന്ന ആളുകളുടെ മുഴുവൻ എല്ലാവർക്കും അങ്ങ് സങ്കടമായിപ്പോയി. അവൻ ഓടി വന്ന് ആ സമയത്ത് അവൻ എങ്ങനെ വന്നെന്നുള്ളതാണ്. കാരണം ഞങ്ങൾക്ക് അറിയാം ഇവൻ മണം പിടിച്ച് വരുമെന്നുള്ളത്. അതിന് രാവിലെ കൊണ്ടുവന്ന് അതിനകത്ത് അടച്ചിട്ടു. പക്ഷേ ഇവൻ എങ്ങനെ പുറത്ത് വന്നെന്ന് ഒരു പിടിയില്ല ആ സമയത്ത്.
അന്ന് ഈ ടൈഗർ ആംബുലൻസിലേക്ക് കയറുന്ന വീഡിയോ ചിത്രീകരിച്ചത് ഇദ്ദേഹമാണ്, ജോബിൻ എന്നാണ് പേര്. അന്ന് എന്താണ് ഈ വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം? സത്യത്തിൽ നമ്മുടെ തങ്കച്ചായന് കുറച്ച് നാളായിട്ട് സിക്കായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റല്, വീട്, അങ്ങനെയുള്ള ഒരു സാഹചര്യമായിരുന്നു ഒരു 3-4 മാസമായിട്ട്. ഞങ്ങളൊരു 3-4 പേര് ഞങ്ങൾക്ക് ഈ ഭവനമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ചർച്ച് വൈസ് ഉള്ള ബന്ധമാണ്. ഞങ്ങളുടെ ചർച്ചിലെ ഒരു കുടുംബമാണ്. അന്നേരം ഞങ്ങൾ ചർച്ചിൽ നിന്ന് ഒരു 3-4 പേര് റെഗുലർ വിസിറ്റ് ചെയ്യും. അന്നേരം വിസിറ്റ് ചെയ്യുമ്പോഴെല്ലാം തങ്കച്ചാൻ്റെ കൂട്ടത്തിൽ ടൈഗർ ഉണ്ട് എന്ന് പറഞ്ഞാൽ വീട്ടിലത്തെ ഒരു അംഗത്തെ, ഒരുപക്ഷെ വീട്ടിലത്തെ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ആളായിട്ട് ടൈഗർ ഉണ്ട്. സംസ്കാരത്തിൻ്റെ അന്ന് പകല് ആ ഒരു വിഷ്വൽ കിട്ടുന്നതിന് മുമ്പ് വരെ എങ്ങും കാണുന്നില്ല. പക്ഷേ ആള് വെളിയിൽ ചാടി, ഇവിടുന്ന് ബോഡി എടുത്തു, ആംബുലൻസിലോട്ട് ബോഡി വെച്ചു. ടൈഗർ എങ്ങനെയോ മനസ്സിലാക്കി ആള് വെളിയിൽ ചാടി. അന്നേരം ബോഡി ആംബുലൻസിലോട്ട് വെക്കുമ്പോൾ നമുക്ക് സാഹചര്യം അറിയാമല്ലോ, ആൾക്കാർ ആ ഒരു ശ്രദ്ധയിലായിരിക്കും. പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു അടുപ്പം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനും അവിടെ ഉണ്ട്, ബൊക്ക വാങ്ങിച്ച് വെക്കാനും ഒക്കെ ആയിട്ട് ഞാനും ആ വണ്ടിയുടെ ആംബുലൻസിൻ്റെ അടുത്ത് തന്നെയുണ്ട്. പക്ഷെ ഇവൻ ചാടിയത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ശ്രദ്ധ ടോട്ടലി ഇവനിലോട്ടായി. ഞാൻ അന്നേരം വീഡിയോ എടുക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അറിയാമല്ലോ, വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി പരിമിതികളുണ്ട്. താങ്കളെ എടുത്ത് പുറത്തുവിട്ട ആ ഒരു വീഡിയോ അത് കാണുന്ന ആളുകളുടെ മുഴുവൻ കണ്ണ് നനയിപ്പിക്കുന്ന ഒരു ദൃശ്യമായി മാറിക്കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു. അതെ, വലിയൊരു ദുഃഖത്തോടു കൂടി തന്നെയാണ് ആ വീഡിയോ ഏതൊരാളും നോക്കിക്കാണുന്നത്. ഞാൻ ആ വീഡിയോ പോസ്റ്റ് നമ്മുടെ ജോഷ് ടോക്സ് എന്ന് പറയുന്ന ചാനലിൽ ഒരു റീലായിട്ടാണ്, ഞാൻ ഒരു 24 സെക്കൻഡുള്ള ഒരു റീലായിട്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്തത്. പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പലവട്ടം ആലോചിച്ചു. കാര്യം ഇതിനകത്തൊരു വലിയൊരു മെസ്സേജ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരു കുടുംബത്തിൻ്റെ ഇമോഷനുമാണ്. അന്നേരം ഞാൻ ഇവിടുത്തെ മകൻ്റെ പേര് സോണി എന്നാണ്, എൻ്റെ സുഹൃത്താണ്. ഞാൻ സോണി അടുത്ത് തന്നെ ചോദിച്ചു, സോണി ഇങ്ങനൊരു വീഡിയോ ഉണ്ട്, എന്ത് ചെയ്യണം? അന്നേരം സോണി അത് കണ്ടിട്ട് പറഞ്ഞു, ജോബിനെ പോസ്റ്റ് ചെയ്തോ. കാര്യം അത്ര ഒരു അച്ഛനോടുള്ള ആഴമായിട്ടുള്ള ബന്ധം നിലനിൽക്കുകയാണല്ലോ. ഇപ്പോഴും നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് വിഷമമുണ്ട്. കാര്യം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വീട്ടിൻ്റെ മുറ്റത്ത് നിന്നാണ്, അവിടുത്തെ ഒരു മരണം കഴിഞ്ഞിട്ട് ഒരു 1.5 മാസം ആകുന്നില്ല. പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനൊരു രീതിയിലൊരു സന്തോഷം, ആ കുടുംബത്തിനൊരു സന്തോഷമാണ്. കാര്യം ഈ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് ലോകം മൊത്തം ഇങ്ങനൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റിയില്ലേ? ഇതാണ് ഇതിൻ്റെ ഒരു സാഹചര്യം. നവംബർ 2-ാം തീയതിയാണ് PM മാത്യുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞെങ്കിലും യജമാനൻ്റെ വേർപാടിൻ്റെ ആ ദുഃഖത്തിൽ തന്നെയാണ് ടൈഗർ ഇപ്പോഴുമുള്ളത്. തിരുവല്ല മേപ്രാലിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ്.